Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗോക്കു ആ ടീമിനെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വാർപ്പ് ലക്ഷ്യമാക്കി ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, എനിക്ക് നന്നായിട്ട് ക്ഷീണം തോന്നുന്നു, എവിടെയെങ്കിലും എനിക്ക് റെസ്റ്റ് എടുത്തേ പറ്റൂ. അത് കേട്ട് ഇപ്പോ നമ്മുടെ പ്രിൻസസ് പെണ്ണ് അവൾ വിളിച്ചു പറയും, നല്ല ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം, എനിക്ക് നന്നായിട്ട് ആഹാരം കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണം. പക്ഷെ ബ്ലൂമാൻ ആണെങ്കിൽ അത് വിലക്കും. ആരെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാവും. അതുകൊണ്ട് തന്നെ സുപ്രീം കായ് പറയും, നമുക്ക് അങ്ങനെയാണെങ്കിൽ ആരും അറിയാത്ത ഏതെങ്കിലും ഗുഹയിലേക്ക് പോയാലോ. ഉടനെ പ്രിൻസസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു മങ്കി ക്യാപ്പ് പോലത്തെ തൊപ്പി അതിപ്പോ നമ്മുടെ ഗോകുവിന്റെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ക്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവനെ ആരും തിരിച്ചറിയില്ല. ഗോമയുടെ വില്ലന്മാര് അവനെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. സോ ഇത്രയും വേഗം നമുക്ക് നല്ലൊരു ഹോട്ടലിലേക്ക് തന്നെ പോവാന്ന് പറയും. അങ്ങനെ അവൾ പറഞ്ഞത് പ്രകാരം വലിയൊരു ഹോട്ടലിലേക്ക് ഇപ്പൊ നമ്മുടെ ആൾക്കാർ കടന്നു വരികയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിന്റെ കയ്യിലുള്ള ഈ സ്റ്റിക്ക് അത് വെച്ച് വേഗം നിന്നെ മറ്റുള്ളവർ തിരിച്ചറിയും. സോ ഇത് പ്ലെയിനിൽ തന്നെ വെക്കുന്നതാണ് നിനക്ക് നല്ലത്. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ബോളും സേഫ് ആയ സ്ഥലത്ത് വെക്കണം എന്ന് പറയും. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ ഡ്രാഗൺ ബോൾ വെക്കാൻ പറ്റിയ വലിയൊരു ബാഗ് ഇപ്പൊ ഗോകുവിന് കൊടുക്കും. ഗോകു ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ ബാഗിനകത്താക്കി അവന്റെ ഷോൾഡറിൽ താങ്ങി അങ്ങനെ അകത്തേക്ക് വരികയാണ്. ഒരുപാട് പേര് അവരെ തന്നെ നോക്കി നിൽക്കും. റൂമാൻ ആണെങ്കിൽ അവരോട് പറയും, നമുക്ക് എല്ലാവർക്കും വലിയ റൂമിൽ താമസിക്കാം, അതായിരിക്കും നല്ലത്, അതായിരിക്കും കൂടുതൽ സേഫും. ഫുഡ് ഇവർ നമ്മുടെ റൂമിൽ ഡെലിവറി ചെയ്യും, നിങ്ങൾ അല്പസമയോടെ വെയിറ്റ് ചെയ്യേ, ഞാൻ അത് ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയും. ഇവിടെ സുപ്രീം കായോട് ഗോകു ചോദിക്കും, ആ ബ്ലൂമാന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടല്ലേ? അതിന് സുപ്രീം കായ് പറയും, എനിക്ക് തോന്നുന്നത് അതിലും പണം ഇവളുടെ അച്ഛൻ ആ ഒരു കാർഡൻ കിങ്ങിന്റെ കയ്യിലാണെന്നാണ്. പ്രിൻസസ് ആണെങ്കിൽ അത് കേട്ട് പുച്ഛിക്കും, എന്റെ അച്ഛന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷേ ആ വില്ലൻ കോമ, അവൻ മരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം അത് പുറത്തെടുക്കൂ എന്ന് പറയും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ആ ക്യാപ്പ് തലയിൽ വെച്ച് വല്ലാതെ ഇറിറ്റേഷൻ തോന്നും. അവൻ ആ ക്യാപ്പ് എടുത്ത് താഴെ ഇടും. അത് കണ്ട് ഇപ്പോ പ്രിൻസസും അതുപോലെ തന്നെ സുപ്രീം കായും ദേഷ്യപ്പെടും. ഓ നോ, നീ ഒരു കാരണവശാലും ഇത് അഴിച്ചു കളയാനായിട്ട് പാടില്ല, ആരെങ്കിലും കണ്ട് നിന്നെ തിരിച്ചറിഞ്ഞാൽ വലിയ കുഴപ്പമെന്ന് പറയും. ഗോകു ആണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, അതിൽ ഭയങ്കര ചൊറിച്ചിലാണ്. തലയിൽ വെക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുന്നു. പക്ഷെ പ്രിൻസസ് ആണെങ്കിൽ സമ്മതിക്കാതെ നിർബന്ധിപ്പിച്ച് അവന്റെ തലയിൽ അത് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് രണ്ടുപേര് അവർ പരസ്പരം പറയും, ആ ചെക്കൻ, ആ പയ്യനാണ് ഹാമർമാനെ തോൽപ്പിച്ച് ആ ഒരു ഡ്രാഗൺ ബോൾ സ്വന്തമാക്കിയ പയ്യൻ. അവന്റെ ആ വലിയ ബാഗിലുള്ളത് ഡ്രാഗൺ ബോൾ ആണ്. ആ ഡ്രാഗൺ ബോളിന്റെ വാല്യൂ അത് വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഉറ്റുനോക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ റൂമിലേക്ക് വരും. പ്രിൻസസ് ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഗോകുവിനെ നിർബന്ധിച്ച് കുളിക്കാനായിട്ട് പറഞ്ഞയക്കും. വന്നപ്പോ മുതൽ നിന്നെ ഭയങ്കര നാറ്റമാണ്, ഓൾറെഡി വലിയൊരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതാണ്, മര്യാദയ്ക്ക് പോയി കുളിക്ക്, നിന്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്റെ ഡ്രസ്സ് തരാമെന്ന് പറയും. അവളാണെങ്കിൽ ഗോകുവിന് സോപ്പ് കൊടുക്കും. ഗോകു ആണെങ്കിൽ ചുന്ദര കുട്ടപ്പനായിട്ട് പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം അവര് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അതങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴായിരിക്കും പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുക. വലിയൊരു ചെന്നായി ആ ഹോട്ടലിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വന്ന് അവരെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പില് അല്പം മുൻപ് ഡ്രാഗൺ ബോളിൽ കണ്ണു വെച്ചിരുന്ന ആ ഒരു ഡ്രാഗൺ അതാണെങ്കിൽ പറന്നു വന്ന് ഡ്രാഗൺ ബോൾ അടിച്ചു മാറ്റി പുറത്തേക്ക് പോവാണ്. ഗോകു ആണെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കുമെങ്കിലും അവന് കണ്ടെത്താനായിട്ട് കഴിയില്ല. അതിന് പ്രിൻസസ് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ അതിനെ കണക്ട് ചെയ്ത് ഒരു റഡാർ ക്രിയേറ്റ് ചെയ്തിരുന്നു, ഇതിന്റെ സഹായത്താൽ നമുക്കത് എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് പറയും. കട്ട് ചെയ്ത ആ ഒരു ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പോ അടിച്ചു മാറ്റിയ ഡ്രാഗൺ ബോളുമായിട്ട് അവന്റെ ഫ്രണ്ട് ചെന്നായിയുടെ അടുത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ അവന്റെ നോർമൽ രൂപത്തിലേക്ക് വന്ന് ആ ഡ്രാഗൺ ബോൾ വാങ്ങിക്കും. വാവ്, ഇത് അവരുടെ കയ്യിൽ നിന്ന് ഇത്ര വേഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഇനി നമ്മളാണ് ശക്തന്മാർ. അടുത്ത നിമിഷം അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഗോകു അവിടേക്ക് കടന്നു വരികയാണ്. ഗോകുവിനെ കാണേണ്ട താമസം അവർ ആ ഡ്രാഗൺ ബോളുമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. പക്ഷെ ഗോകു പിന്നാലെ പോയി അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞൊട്ടിയിടയിൽ ആ ഡ്രാഗൺ ബോൾ തട്ടിയെടുക്കുകയാണ്. അവരാണെങ്കിൽ വീണ്ടും ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരേണ്ട താമസം ബ്ലൂമാൻ ആണെങ്കിൽ മുൻപിലേക്ക് വന്ന് മാജിക് പവർ ഉപയോഗിച്ച് അവർ രണ്ടുപേരെയും ചുരുട്ടിയെടുക്കും. അവരെ രണ്ടുപേരെയും കറക്കി ദൂരേക്ക് എറിഞ്ഞതിന് ശേഷം ഇപ്പൊ ഗോകുവും ബ്ലൂമാനും അവർ രണ്ടുപേരും തിരികെ ഹോട്ടലിലേക്ക് വരികയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ പ്രിൻസസിനോട് പറയും, നീ ശരിക്കും അടിപൊളിയാണ്, ആ റഡാർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞതെന്ന് പറയും. അതേസമയം അവളുടെ പപ്പ കാർഡൻ കിങ് അദ്ദേഹം കോണ്ടാക്ട് ചെയ്ത് ചില കാര്യങ്ങൾ അവളോട് സംസാരിക്കും. അവളാണെങ്കിൽ കോൾ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, ഗോകുവിന്റെ ഫ്രണ്ട്സ് നാളെ മോർണിംഗ് തന്നെ വാർപ്പിലേക്ക് എത്തും, സോ അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും അവരെ മീറ്റ് ചെയ്യാൻ കഴിയും. അവര് നിന്നെ പോലെ പവർഫുൾ ആണോ? അതിന് ഗോകു പറയും, അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് എടുത്താലോ? പ്രിയങ്കായ്ക്കാണെങ്കിൽ ടെൻഷൻ തോന്നും, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് പുറത്തുപോയി ഏതെങ്കിലും ഗുഹയിൽ താമസിക്കാം. അതിന് ഗോകു പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതാണ്, ഈ ഡ്രാഗൺ ബോളിന് ഞാൻ കാവലിരുന്നോളാന്ന് പറയും.
സോ എല്ലാവരും ഉറക്കം വലിച്ചുറങ്ങുന്ന അതേസമയം ഗോക്കു ആണെങ്കിൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ഉറക്കം വരാതിരിക്കാനായിട്ട് പിടിച്ചു നിൽക്കും. പക്ഷെ അവനാണെങ്കിൽ ഇടയ്ക്ക് നന്നായിട്ട് ഉറക്കം വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്ലൂ മാനും പ്രിൻസസും സുപ്രീം ഗായും അവരാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഓ നോ, ഇവൻ കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു. ഭാഗ്യത്തിന് ഡ്രാഗൺ ബോൾ ആരും കട്ടുകൊണ്ട് പോയില്ല എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ എല്ലാം മറന്ന് ഉറങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവരാണെങ്കിൽ വീണ്ടും പ്ലെയിനിൽ കയറി അവരുടെ യാത്ര പുനരാരംഭിക്കും. ബ്ലൂമാൻ ആണെങ്കിൽ തീർത്ത് പറയും, "എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആ വാർപ്പിലേക്ക് എത്തും." കട്ട് ചെയ്ത ഇവിടെ നാമി ആണെങ്കിൽ ഹോട്ടലിന് പുറത്തേക്ക് വന്ന് ഉച്ചത്തിൽ നിലവിളിക്കും, "ഓ നോ, നമ്മുടെ പ്ലെയിൻ അത് നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എങ്ങനെ നമ്മുടെ യാത്ര അത് കണ്ടിന്യൂ ചെയ്യും?" കൂടെയുള്ളവർക്കും എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ വജീറ്റയോട് പറയും, "എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് നൈറ്റ് നീ ഫൈറ്റ് ഉണ്ടാക്കിയ ടീമാണ് നമ്മുടെ ഫ്ലൈറ്റ് അടിച്ചുകൊണ്ട് പോയതെന്നാണ്." കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വജീറ്റ അവനാണെങ്കിൽ ഫുഡൊക്കെ സെർവ് ചെയ്ത് ടേബിളിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒരാളുടെ ദേഹത്ത് അറിയാതെ തട്ടും. ഉടനെ ആളാണെങ്കിൽ ഫുൾ കലിപ്പിൽ വജീറ്റയെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. വജീറ്റ ആണെങ്കിൽ അവന്റെ പഞ്ച് തടഞ്ഞ് അവനെ കറക്കിയെടുത്ത് തല തട്ടിക്കും. അത് ചോദിക്കാൻ വന്ന ബാക്കിയുള്ളവരെ എല്ലാവരെയും വജീറ്റയാണെങ്കിൽ അറഞ്ചം പുറഞ്ചം തല്ലി താഴെയിടും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. വജീറ്റയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പല്ല് കടിക്കും. അവന്മാരെന്റെ കൈ കിട്ടിയ ഉറപ്പായാലും ഞാൻ അവരെ തല്ലിക്കൊല്ലും. ഇപ്രകാരം ഫ്ലൈറ്റ് അടിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സമാധാനിപ്പിക്കും. ടെൻഷൻ ആവണ്ട, ഞാൻ കിങ്ങിനെ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ട്. ബാക്കപ്പിനായി അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഓൾറെഡി നമ്മൾ അടിച്ചു മാറ്റിയ സ്പേസ്ഷിപ്പാണ് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയും. ബുൽമയാണെങ്കിൽ തല താഴ്ത്തും. സോ അതുവരെ നമ്മളിവിടെ വെറുതെ നിൽക്കണോ? ഇത് ശരിക്കും ബോറിംഗ് ആയിരിക്കും എന്ന് പറയും. അത് കേട്ട് അസിസ്റ്റന്റ് ആണെങ്കിൽ ദൂരത്തായിട്ട് ഒരു സോംബി ഫോറസ്റ്റ് കാണിച്ചു കൊടുക്കും. ഇതൊരു സോംബി ഫോറസ്റ്റ് ആണ്, നമുക്ക് അവിടേക്ക് പോയി സോംബീസിനെ തല്ലിക്കൊല്ലാം. ആരാണോ സോംബിയായി മാറുന്നത് അവര് ഔട്ടാവും. ആ കളി കളിച്ചാലോ, അപ്പൊ നമ്മുടെ ബോറിംഗ് അത് മാറിക്കിട്ടുമെന്ന് പറയും. നാമിക്കാണെങ്കിൽ ആ ഒരു കളി ഒട്ടും ഇഷ്ടാവില്ല. പിക്കലോയും അത് സപ്പോർട്ട് ചെയ്യില്ല. അതൊരു നല്ല ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും നാമി അവന്റെ ബെൽറ്റിലുള്ള ഒരു കണ്ണ് അത് ശ്രദ്ധിക്കുക. ഓ നോ, നിന്റെ ബെൽറ്റിൽ എങ്ങനെ ഒരു കണ്ണ് വന്നു? മാത്രമല്ല ആ കണ്ണ് അത് ജീവനുള്ളതുപോലെയുണ്ട്, അത് മൂവ് ചെയ്യുന്നു എന്ന് പറയും. ഉടനെ അസിസ്റ്റന്റ് പറയും, "ഇത് ആക്ച്വലി എനിക്ക് കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്റെ ബെൽറ്റിൽ ഇത് ഘടിപ്പിച്ചു വെച്ചത്. ഒരുപാട് കാലമായി ഇത് ഇവിടെ ഇരിക്കുന്നു. ശരിക്കും ഇത് നന്നായിട്ടില്ലേന്ന് ചോദിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സ്പൈക്കറാണെങ്കിൽ ഒരു കോള് വരികയാണ്. അവനാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടും. അവനുടനെ കോമ മോൺസ്റ്ററിനോട് ആ കാര്യങ്ങളെല്ലാം പറയാണ്. നമ്മൾ ഭൂമിയിൽ വെച്ച് ഈ കുട്ടികളാക്കി മാറ്റിയവരെല്ലാവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന നമുക്കേനെ അവനെ കൊണ്ടുപോകാനായിരിക്കും അവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഡ്രാഗൺ ബോളിൽ ലക്ഷ്യമിട്ട കാര്യം എനിക്കറിയാൻ കഴിഞ്ഞു." അത് കേട്ട് കോമ പറയും, "എത്രയൊക്കെ ശ്രമിച്ചാലും ആ ഡ്രാഗൺ ബോള് അത് എടുക്കാനായിട്ട് കഴിയില്ല." ഉടനെ സ്പൈക്കനാണെങ്കിൽ തല താഴ്ത്തി ഓൾറെഡി തേർഡ് ഡീമൺ വേൾഡിലുള്ള ആ ഡ്രാഗൺ ബോള് അവർ സ്വന്തമാക്കി. അത് കേട്ട് കോമ മോൺസ്റ്റർ അവൻ ഞെട്ടും. കോമയാണെങ്കിൽ ദേഷ്യപ്പെടും, "ഈ സംഭവം നടന്നത് അത് ഇന്നലെയാണോ?" അതിനാൽ സ്പൈക്കം പറയും, "അതെ, ഇതെന്തുകൊണ്ട് ആ കാര്യം ഇത്ര ലേറ്റ് ആയിട്ട് നീ എന്നെ അറിയിച്ചു?" അവനാണെങ്കിൽ ഭയപ്പെട്ട്, "ഐ എം സോറി, ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങയുടെ സോൾജിയേഴ്സ് അവരെ വില കുറച്ച് കണ്ടു. അവരിപ്പോ സെക്കൻഡ് ഡീമൺ വേൾഡ് ഇത് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്." കോമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, "എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് അവരെ തടയണം." കട്ട് ചെയ്ത ഇവിടെ ബുൽമാൻ ടീമിന്റെ അടുത്തേക്ക് ഇപ്പൊ ഗോക്വാൻ ടീം വരുവാണ്. പ്രിൻസസും ടൂമാനും എല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത് ക്രിയേറ്റ് ചെയ്യും. വജീറ്റ ആണെങ്കിൽ, "നീ ആ ഡ്രാഗൺ ബോൾ എടുത്തോ?" എന്ന് ഗോക്കുവിനോട് ചോദിക്കും. ഗോക്കു ആണെങ്കിൽ അത് കാണിക്കും. "ഞങ്ങൾക്ക് എത്രയും വേഗം അടുത്ത ഡ്രാഗൺ ബോൾ അത് എടുക്കാനായിട്ട് പോകണമെന്ന് പറയും. ഉടനെ വെജീറ്റിയൻ ടീമും ആണെങ്കിൽ ഇപ്പൊ അവരുടെ ഫ്ലൈറ്റ് കയറാൻ ശ്രമിക്കും. അതുകൊണ്ട് ബ്ലൂമാൻ ആണെങ്കിൽ അവരോട് പറയും, "ഇതിൽ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ട്രാവൽ ചെയ്യാനായിട്ട് കഴിയൂ. ഓൾറെഡി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അതിലുള്ളൂ. അത് ഉപേക്ഷിക്കാനും കഴിയില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ പറഞ്ഞ്." അവരാണെങ്കിൽ ഇപ്പോ ഫ്ലൈറ്റ് കയറി അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. ഗോക്കുവാൻ ടീം അവിടുന്ന് പോയ ഉടൻ തന്നെ ഇപ്പൊ ലാസ്റ്റ് നൈറ്റ് വജീറ്റയായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയ ടീം അവിടേക്ക് വരികയാണ്. "ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് നിങ്ങൾ കരുതിയല്ലേ? ഞങ്ങളുടെ ബോസുമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ബോസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അസിസ്റ്റന്റിനാണെങ്കിൽ മനസ്സിലാവും വജീറ്റയുടെ കയ്യിൽ നിന്ന് അവർക്ക് നല്ല ഇടിയിട്ടാൻ പോവാണെന്ന്. സോ അവനാണെങ്കിൽ ഓടിപ്പോയി ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കും. ആ സമയം വജീറ്റയാണെങ്കിൽ സൂപ്പർ സയൻ മോഡിലേക്ക് മാറി ആ കള്ളന്മാരെ എല്ലാം പിടിച്ചു വലിച്ച് മറഞ്ചം പുറഞ്ഞ് തല്ലും. ആ ജയന്റ് ഡീമൺ ആണെങ്കിൽ ഇപ്പോ വജീറ്റയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട പിക്കലോ ആണെങ്കിൽ ഒറ്റ പഞ്ചിന് അവനെ താഴെ ഇടുകയാണ്. അസിസ്റ്റന്റ് ആണെങ്കിൽ ഹായ് ആയിട്ട് കടന്നു വരും. "ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ ഈ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല." വജീറ്റ ആണെങ്കിൽ ആ വില്ലന്മാരെ പിടിച്ചുയർത്തും. "മര്യാദയ്ക്ക് ഞങ്ങളുടെ പ്ലെയിൻ അത് തിരികെത്ത." അതിന് അവറ്റകൾ പറയും, "ദൂരത്തായിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് അതെടുക്കാം." അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും ആ ഒരു സയന്റിസ്റ്റ് ലേഡിയെയും ഉണ്ട ലേഡിയെയും കാണിക്കും. ഉണ്ട ലേഡിയാണെങ്കിൽ ഒരു സീഡ് എടുത്ത് സയന്റിസ്റ്റ് ലേഡിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവളാണെങ്കിൽ അത് ആ സാൻഡിൽ കുഴിച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുകയാണ്. അടുത്ത നിമിഷം ആ സാൻഡിൽ നിന്ന് ഒരു പ്രത്യേക രൂപം അങ്ങനെ പുറത്തേക്ക് വരികയാണ്.
പറയുകയാണ്. ആ ഉണ്ടലേഡി ആണെങ്കിൽ വിളിച്ചു പറയും, മാജിക് ബോവിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു മാജിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഉടനെ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ മാജിനോട് പറയും, ആ ടാമാഗാമിയെ തോൽപ്പിച്ച് ഡ്രാഗൺ ബോളുമായിട്ട് എന്റെ അടുത്തേക്ക് വാ. അത് കേട്ട് ഉണ്ടലേഡി ഷോക്കാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.